ഇനി എവിടെയെങ്കിലും വഴി അല്പം തെറ്റിയാൽ തെറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ അശ്രദ്ധമായിട്ട് നീങ്ങിയാൽ അപ്പോഴേ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നതായ ഈ മുന്നറിയിപ്പ് അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഈശോ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗോൾഡൻ റൂൾ ഫോർ ഡിസൈൻമെന്റ്, വിവേചനത്തിന്റെ സുവർണ നിയമം എന്ന് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നതാണത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയായിട്ട് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 51ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിലും രണ്ടാമത്തെ യാചന അങ്ങയുടെ രാജ്യം വരണമേ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര്, ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് നീങ്ങുന്നവര്, അവിടെ ദൈവത്തിന്റെ ഭരണം സംജാതമാകും. ദൈവരാജ്യം അതാണെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തിന്റെ സ്വരം നമ്മുടെ ഉള്ളിലും മനസാക്ഷിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വചനം വായിക്കുമ്പോൾ അതിന് വ്യാഖ്യാനം മനസ്സാക്ഷി പരിശുദ്ധാത്മാവ് തരണം. അല്ല, ദൈവത്തിന്റെ സ്വരം പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതാണ് വഴി, അല്ല ഇതല്ല വഴി എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് തരുന്നത് എന്ന് കാണുകയുണ്ടായി. അതുകൊണ്ട് മനസ്സാക്ഷിയെ നമ്മൾ ദൈവസ്വരം ശ്രമിക്കാൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കണം. ലോല മനസ്സാക്ഷി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, അത് കല്ലിച്ചും അയഞ്ഞു പോകുന്ന അപകട സാധ്യത ശ്രദ്ധിക്കുകയുണ്ടായി. ഇനി നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിൽ നീങ്ങുമ്പോൾ വഴി തെറ്റരുത്, വഴി തെറ്റാൻ സാധ്യമല്ലാത്ത രീതിയിൽ ആത്മാവ് നമ്മളെ നയിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു, പാപം ഞാൻ സാധ്യമല്ല എന്ന് 1 യോഹന്നാൻ 3:9 പറയുന്നത്. ഇനി എവിടെയെങ്കിലും വഴി അല്പം തെറ്റിയാൽ, തെറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ അശ്രദ്ധമായിട്ട് നീങ്ങിയാൽ അപ്പോഴേ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നതായ ഈ മുന്നറിയിപ്പ് അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഈശോ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗോൾഡൻ റൂൾ ഫോർ ഡിസൈൻമെന്റ്, വിവേചനത്തിന്റെ സുവർണ നിയമം എന്ന് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നതാണത്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക എന്നുള്ളതാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. മത്തായിയുടെ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും ഇതേക്കുറിച്ച് നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും. 7-ാമത്തെ അധ്യായത്തില് 16, 17, 18, 19 തിരുവചനങ്ങളില് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. വ്യാജപ്രവാചകന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്കത് പൊതുവായ ഒരു നിയമം തന്നെയാണ് ഇവിടെ വിഭജനത്തിന്റെ ഇവിടെ ഈശോ നൽകുന്നത്. മുളിച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഈശോ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും മുന്തിരിയുടെയോ അത്തിമരത്തിൻ്റെയോ ഒന്നും കാര്യമല്ല. മരങ്ങൾ, പ്ലാവും മാവും തെങ്ങുമൊന്നുമല്ല ഉദ്ദേശിക്കുന്ന ഈ വൃക്ഷം നമ്മൾ ഓരോരുത്തരുമാണ്. അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണോ നീ അനുഭവിക്കുന്നത്, അതോ പൈശാചിക അരൂപിയുടെ ഫലങ്ങളാണോ എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം സൂചിപ്പിച്ചല്ലോ. 33-ാമത്തെ തിരുവചനത്തില് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. നല്ല വൃക്ഷം അത് പരിശുദ്ധാത്മാവാണ്, ചീത്ത വൃക്ഷം പൈശാചിക അരൂപിയാണ്. ഇതിലേത് വൃക്ഷമാണ് നമ്മളിൽ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ആത്മാവ് നമ്മളെ നയിക്കുന്നത്? ഫലങ്ങളുടെ ലിസ്റ്റ് ഒരു സമസ്ഥാനം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന ഗലാത്യ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തില് 22, 23 തിരുവചനങ്ങളില് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. അപ്പൊ ഈ ഫലങ്ങൾ കാണുന്നിടത്ത് വേറെ ഒരു നിയമവും പരിഗണിക്കണ്ട, തെറ്റിയോ ഇല്ല നോക്കണ്ട. ഫലം, അതുകൊണ്ട് സുവർണ നിയമം എന്ന് പറയുന്നത് ഈ ഫലങ്ങൾ നമ്മുടെ ഉള്ളില് ഉളവാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെയാണ്, പൈശാചിക അരൂപിലാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളില് 17-ാമത്തെ അധ്യായത്തില് അദ്ദേഹം ആഥൻസില് എന്ന സംഭവം വായിക്കുന്നുണ്ട്.
ആദരസില് ധനസഹപ്രവർത്തകർ വരാനായിട്ട് കാത്ത് അദ്ദേഹം കഴിയുമ്പോൾ 16-ാം വാക്യം, അപ്പോസ്തലപ്രവർത്തനം 17-ാം 16 പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആദരസിൽ താമസിക്കവേ നഗരം മുഴുവനും വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. അസ്വസ്ഥതയുണ്ടായി, സമാധാനക്കേടുണ്ടായി കേട്ടോ. അങ്ങനെ അസ്വസ്ഥത, ക്ഷോഭം, സമാധാനക്കേട്, ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സമാധാനം, ആനന്ദം, സ്നേഹം, അടുപ്പം, ഇതൊക്കെയാണ് കാണുന്നത്. അതിന് വിരുദ്ധമാണിത്. ഉണ്ടാകുന്നതിന് കാരണം വിഗ്രഹങ്ങളുടെ സാന്നിധ്യം. വിഗ്രഹങ്ങളിലുള്ളത് പൈശാചിക അരൂപിയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തില് 20, 21, 22 വാക്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ 2 മൃഗങ്ങളെ കുറിച്ചുള്ള വെളിപാട് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ വായിക്കുന്നു. അതിന്റെ ഒരു വ്യാഖ്യാന സഭ നൽകുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1-ാം പ്രമാണത്തെ കുറിച്ച് പഠിപ്പിക്കും. വിഗ്രഹ ആരാധനയെ കുറിച്ച് പറയുന്നിടത്ത് ഈ വെളിപാട് 13-ലെ മൃഗങ്ങളെ ആണ് ചൂണ്ടി പറയുന്നത്. ആ മൃഗങ്ങള്, അതിന്റെ വിഗ്രഹങ്ങള്, അതിനെ ആരാധിക്കാനുള്ള പ്രേരണ, ആ മൃഗങ്ങളുടെ പുറകില് സർപ്പമാണ് ശക്തി കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ വിഗ്രഹ ആരാധനയുടെ പിന്നിൽ പൈശാചിക സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ക്ഷോഭം അനുഭവപ്പെടുന്നത്. കാരണം ആ വിഗ്രഹങ്ങളിലുള്ള അരൂപിയും തൻ്റെ ഉള്ളിലുള്ള അരൂപിയും തമ്മിൽ ചേരുന്നില്ല, ചേർച്ചയില്ല, കൂട്ടായ്മയില്ല. അപ്പൊ ഫലം എന്താണ്? ക്ഷോഭം, അസ്വസ്ഥത. അപ്പൊ അത് പൈശാചിക അരൂപിയുടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെതല്ല. വീണ്ടും പുസ്തക പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തില് ഫിലിപ്പിയില് പൗലോസ് അപ്പോസ്തലനായിരിക്കുമ്പോൾ 17, 18 വാക്യങ്ങള് ഭാവി പ്രവചിക്കുന്ന ആത്മാവുള്ള ഒരു അടിമ പെൺകുട്ടി അവൾ അപ്പോസ്തലന്റെ പുറകെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇവർ അത്യുന്നത ദൈവത്തിന്റെ ആൾക്കാരാണ്, രക്ഷണ മാർഗം പ്രഘോഷിക്കുന്നു. അങ്ങനെ പല ദിവസങ്ങൾ അപ്പോസ്തലൻ പൗലോസിന്റെ സീലാസിന്റെ പിന്നാലെ ഇവിടെ വന്ന് വിളിച്ചു പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അത്യുന്നത ദൈവത്തിന്റെ ആൾക്കാര് 100% ശരിയാണ്, രക്ഷണ മാർഗം പ്രഘോഷിക്കുക, അത് ശരിയാണ്. പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് പറയുന്ന അരൂപി പൈശാചിക അരൂപിയാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ സാന്നിധ്യവും ശബ്ദവും ഇടപെടലും പൗലോസിനുണ്ടാക്കുന്ന ഫലമെന്ന് പറയുന്നത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 18-ാം വാക്യത്തില് പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അസഹ്യത, സഹിക്കാമല്ലാത്ത അസ്വസ്ഥത, അകൽച്ച ഉണ്ടായി. അകൽച്ചയുടെ അനുഭവം ഉണ്ടായി, കൂട്ടായ്മയുടെ അനുഭവം അല്ല. കണ്ടോ? കാരണം എന്താണ്? പൗലോസിലുള്ള അരൂപി പരിശുദ്ധാരൂപിയാണ്, അവളിലുള്ള അരൂപി പൈശാചിക അരൂപിയാണ്. അപ്പൊ അരൂപിയുടെ ആത്മാവിന് കൂട്ടായ്മയില്ല. ഗലാത്യ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തില് പൗലോസ് മാനസാന്തരത്തിന്റെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഡമാസ്കസിലെ വഴിയിലുണ്ടായ ദൈവിക ദർശനം, അത് കഴിഞ്ഞ് അറേബ്യയിൽ പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒരുപാട് സ്വീകരിച്ചത്, പിന്നെ ജെറുസലേമിലെത്തി നേതാക്കന്മാരെ കാണുന്നത്, അങ്ങനെ കാണുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 9-ാമത്തെ വാക്യം ഗലാത്യ 2:9 നമ്മളിങ്ങനെ വായിക്കും. അവസരം പങ്കുവെക്കുന്നത്, നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത് കരം എനിക്കും ബാർന്നബാസിനും നീട്ടി തന്നു. കേട്ടോ? കൂട്ടായ്മയുടെ വലത് കരം നീട്ടി തന്നു. കൈ നീട്ടി പിടിച്ചൊന്നും അതല്ല, അത് അങ്ങനെയാണ് കൈ നീട്ടി സ്വീകരിച്ചു. കൈ നീട്ടിയതിനേക്കാളും കൂടുതൽ കൂട്ടായ്മയുടെ വലത് കരമാണ്. ഉള്ളില് കൂട്ടായ്മ അനുഭവപ്പെട്ടു, സാഹോദര്യം അനുഭവപ്പെട്ടു, അടുപ്പം അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് സാഹോദര്യം അനുഭവപ്പെടുന്നത്? എന്താ? ഒരപ്പന്റെ മക്കളാണല്ലോ സഹോദരങ്ങള്. അപ്പൊ നമ്മളെല്ലാവരും ദൈവപിതാവിന്റെ മക്കളായതുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തില് സഹോദര സഹോദരി എന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംബോധന ചെയ്യുന്ന കരുതുന്നതും. ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ആൾക്കാർക്ക് സഹോദര സഹോദരി എന്ന് വിളിക്കത്തില്ല. ഒരു സുഹൃത്തെ, സഖാവെ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു അപ്പന്റെ മക്കളല്ല. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കൃപയാണ്, വെളിപ്പെടുത്തലാണ്. നമ്മളെല്ലാം ഓരോ അപ്പന്റെ മക്കളാണ്. കർത്തൃപ്രാർത്ഥന ആ അപ്പനോടുള്ള വിളിയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ഞങ്ങളുടെ നമ്മൾ ചിന്തിച്ചാണ്, നമ്മൾ കൂട്ടായ്മയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അപ്പൊ ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ഒരേ പിതാവിന്റെ ആത്മാവിനാലാണ്. അപ്പൊ അവർക്കൊരു സാഹോദര്യം അനുഭവപ്പെടും, കൂട്ടായ്മ അനുഭവപ്പെടും. അത് പൗലോസ് അപ്പോസ്തലൻ നേരത്തെ തീക്ഷ്ണത കൊണ്ട് തെറ്റിദ്ധാരണയില്
ഈ ക്രിസ്തു വിശ്വാസത്തെ പീഡിപ്പിക്കാൻ നശിപ്പിക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ്. അതറിഞ്ഞ് പത്രോസും കൂട്ടരും ഒത്തിരി പേടിച്ചിട്ടുണ്ട്. ഒരുപാട് ജെറുസലേമിന്റെ സഭയെല്ലാം പൗലോസ് സാവൂളിനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഈശോയുടെ ഇടപെടലിന് ശേഷം കണ്ടു കാണാൻ മേലാത്ത അവസ്ഥയിലായിരിക്കും. 3 ദിവസം അന്ധനെ കഴിയുമ്പോൾ അനനിയാസിനെ ഈശോ പറഞ്ഞു വിടുന്നതിനൊക്കെ നമുക്കറിയാം. അപ്പോസ്തലപ്രവർത്തനം 9 അപ്പം സാവൂളിന്റെ പക്കൽ ചെല്ലാൻ പറയുമ്പം അന്യാസ് കേൾക്കുമ്പോഴേ പറയും, കർത്താവേ, അങ്ങയുടെ നാവ് വഹിക്കുന്നവരെ എല്ലാം പീഡിപ്പിക്കുന്നവനാ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകും. അത്രോളം ഭയത്തിന്റെ അന്തരീക്ഷം സാവൂളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളിൽ ഉണ്ടായിരുന്നു. സഹതലവന്മാരായിരിക്കുന്ന പത്രോസും യോഹന്നാനും യാക്കോബും കൃത്യം കാട്ടിയിട്ടുണ്ട്. കാരണം സ്റ്റെഫാനസിനെ കലർന്ന് കൊല്ലിക്കുന്നതും ഈ സാവൂളാണ്. അങ്ങനെയുള്ള സാവൂൾ പക്ഷെ ഇപ്പം വന്നിരിക്കുന്നു, അടുത്തോട്ട് സംസാരിക്കുന്നു, ഇടപെടുന്നു. അപ്പൊ അവർക്ക് അകൽച്ചയല്ല അനുഭവപ്പെടുന്നത്, സാഹോദര്യത്തിന്റെ കൂട്ടായ്മ അനുഭവപ്പെടുകയാണ്. അതിനർത്ഥം എന്താ? അപ്പൊ അവർക്ക് മനസ്സിലായി, ഇത് നമ്മിലുള്ള അതേ ആത്മാവ്, അതേ പിതാവിന്റെ ആത്മാവ് തന്നെയാണല്ലോ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് ചേർത്ത് പിടിച്ചത്. അതാണ് ആ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് 1 മുതലുള്ള വാക്യങ്ങളില് ഇങ്ങനെ കൂട്ടായ്മയെ കുറിച്ച്, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്ന കാരുണ്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഒരേ ആത്മാവ്, ഒരേ അഭിപ്രായം, ഒരേ കൂട്ടായ്മ പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. അത് തന്നെയാണല്ലോ അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ ആദിമസഭയെക്കുറിച്ച് മനോഹരമായിട്ട് വായിക്കുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. 32-ാം വാക്യം. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് നമ്മുടെ ഉള്ളില് അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഇടപെടുന്ന ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. ഇടപെടുന്ന വ്യക്തി ദൈവാത്മ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ സൂചനയാണ്. മറിച്ചുള്ള ഫലം അനുഭവം ഉണ്ടാകുമ്പോൾ അതിനർത്ഥം അത് പൈശാചികമാണ്, ദൈവാത്മാവായിട്ട് കൂട്ടായ്മ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന അല്ലാത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വസ്ഥതയില്ല. യേശുപിതാവിന്റെ അനുഭവം മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അവളെ വിവാഹത്തിന് സ്വീകരിക്കാനായിട്ട് യേശുപിതാവിന് സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള പറഞ്ഞിരിക്കുകയാണ്, അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ യേശുപിതാവ് തീരുമാനിച്ചു എന്നാണ് മത്തായി 1-19 വാക്യം. രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തീരുമാനമെടുത്തു കഴിഞ്ഞു യേശുപിതാവ്. പക്ഷെ എന്നിട്ടും അതങ്ങ് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയോ ഉള്ള് സെറ്റിലാകുന്നില്ല, സ്വസ്ഥത വരുന്നില്ല, സമാധാനമില്ല. അതുകൊണ്ട് അതങ്ങനെ വർക്കൗട്ട് ചെയ്യാതെ തീരുമാനത്തിലേക്ക് വരുത്താതെ ഇങ്ങനെ പിന്നെ നീങ്ങി. അടുത്ത വാക്യം പറയാണ്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ. ഇപ്പൊ തീരുമാനമെടുത്തിട്ട് ഉള്ളു സ്വസ്ഥമാകാത്തത് കൊണ്ട് പിന്നെയും അതേക്കുറിച്ച് പുനഃവിചിന്തനം നടത്തുകയാണ്. കാരണം ഉള്ളു സെറ്റിലായിട്ടില്ല. അതുകൊണ്ടാണ് യേശുപിതാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നീതിമാനായ വ്യക്തിയാണ്, യുവാവാണ്. പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന പ്ലാനാണ്, മറിയം ഗർഭിണിയാണെങ്കിൽ അവളെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ വഴിയുമായിട്ട് യേശുപ്പിന്റെ വഴി ഇപ്പൊ ചേർന്നല്ല പോകുന്നത്. അവിടെ വഴി തെറ്റി യേശുപ്പിന് അവൾ തീരുമാനിച്ചപ്പോ. അതുകൊണ്ട് യേശുപ്പിന് സ്വസ്ഥതയില്ല. ഉറക്കത്തിൽ പോലും അസ്വസ്ഥപ്പെട്ട് ചിന്ത നടക്കുമ്പോഴാണ് തമ്പുരാന്റെ വചന വ്യക്തത കിട്ടുന്നത്, മനസ്സ് വെളിപ്പെടുത്തുന്നത്. അവിടെ സ്വീകരിക്കണം. അപ്പൊ തന്നെ യേശുപ്പ് സ്വീകരിക്കുകയാണ്. അപ്പൊ എല്ലാം സെറ്റിലായി. അപ്പൊ നമ്മള് ദൈവാത്മാവിന്റെ ഹിതം വിട്ട് തീരുമാനമെടുത്താൽ, തീരുമാനമെടുക്കാൻ ചിന്തിച്ചാൽ, ദൈവാത്മാവിന് കൂട്ടായ്മ ഇല്ലാത്ത ഒരു സാന്നിധ്യം വ്യക്തിയുടെ ഇടപെടുമ്പോഴൊക്കെ നമുക്ക് ഫലത്തിന്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ഒന്നുകിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, ആനന്ദം, അതിന്റെ ഫലമായ കൂട്ടായ്മ, അടുപ്പം, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു അടയാളമാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നമുക്കതൊരു അടയാളമാണ്. നമ്മളിപ്പോൾ ഇടപെടുന്ന ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയല്ല, അവിടെ പൈശാചിക പ്രേരണ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വഴി തെറ്റുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് നരകരാജ്യത്തിലേക്ക് പോയേക്കാം, ജാഗ്രത എടുക്കണം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക എന്നുള്ള സുവർണ നിയമം
ഈശോ പഠിപ്പിക്കുന്ന നമുക്ക് ഉള്ളിൽ നല്ലപോലെ പതിപ്പിച്ചുറപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.